CUT 2026 വഴി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഏതെല്ലാം സബ്ജക്റ്റ് ആണ് നമ്മൾ എക്സാമിന് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കോഴ്സിലും ഞാൻ പറയുന്നത് നമ്മൾ എടുക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾക്ക് CUT എക്സാമിന് ലിസ്റ്റ് 1-ൽ നിന്നും ലിസ്റ്റ് 2-ൽ നിന്നും ഏതെല്ലാം സബ്ജക്റ്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നാണ് ഡീറ്റെയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് വേണ്ടി മറക്കാതെ പോലെ CUT റിലേറ്റഡ് എന്ത് സംശയങ്ങൾക്കും നമ്മൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ പിന്നെ വാട്സപ്പ് ചാനലിലൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നത് അതിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് അതിൽ വരുന്നതായിരിക്കും. അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായി ഷെയർ ചെയ്തു. കാരണം ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളാണ്. പലർക്കും സംശയമാണ്, ഞാൻ കൊമേഴ്സ് എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് പിന്നെ സയൻസ് എടുത്തൊരു കുട്ടിക്ക് പിന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ കഴിയും, അതെല്ലാം കഴിയും. അതൊക്കെ നമുക്ക് കറക്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ 100% ഡൽഹി യൂണിവേഴ്സിറ്റി എങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയ എക്സാം നിങ്ങൾക്ക് എങ്ങനെ എഴുതാനുള്ള കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. റെഡി? അപ്പോൾ ബേസിക്കലി ആദ്യം എന്താണ് പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ 3 സബ്ജക്റ്റ് അല്ല. കാരണം ലിസ്റ്റ് 1, ലിസ്റ്റ് ബി ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്സ്, ഇങ്ങനെ 3 എക്സാമാണ് ബേസിക് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അത് ലിസ്റ്റ് എയിൽ വരുന്ന ഫുള്ള് ലാംഗ്വേജ്. അപ്പോൾ അതങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ലിസ്റ്റ് എ മൊത്തം ലാംഗ്വേജ് ആണ്. ഏകദേശം 13 ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമി, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു, സംസ്കൃതം എല്ലാം ഇതാണ് ലിസ്റ്റ് എ, അതായത് നമ്മുടെ ലാംഗ്വേജുകൾ. ലിസ്റ്റ് ബി ആണ് നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റ് വരുന്നത്. ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ +1 +2 പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ അക്കൗണ്ടിങ്സ് ഉണ്ട്, ആന്ത്രപ്പോളജി, ബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ കെമിസ്ട്രി, എൻവയോൺമെന്റ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ എക്കണോമിക്സ്, ബിസിനസ്, ഫൈനാൻസ്, വിഷ്വൽ ആർട്സ്, കൊമേഴ്സ്, ഇത് എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ +1 +2 നമുക്കുള്ള മുഴുവൻ കോമ്പിനേഷൻ ഡൊമൈൻ സബ്ജക്റ്റ് അവിടെ കാണാം. പിന്നെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ഒരു പേപ്പറും കൂടെ നമുക്കറിയാലോ. നമ്മളെ റീസണിങ് അങ്ങനത്തെ നോർമലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട, ഞാൻ ആദ്യം ലാംഗ്വേജ് പറയുന്നുണ്ട്, അത് കഴിഞ്ഞാൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് എന്നീ ഫോർമാറ്റിലായിരിക്കും ഞാൻ സബ്ജക്റ്റുകളെ പറ്റി ഡീറ്റെയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ BA ഹോണേഴ്സ് അറബിക്കാന്ന് വിചാരിക്കും. അറബി ഉണ്ട് ഇവിടെ. കാരണം ഇന്നലെ എനിക്ക് ഒരുപാട് കുട്ടികൾ പേഴ്സണൽ മെസ്സേജ്, സാർ അറബി, ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക എന്താ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാൻ വളരെ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം, നിഹാൽ സാർ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഐ വിൽ ക്ലാരിഫൈ ചെയ്തിട്ട്, അല്ലാതെ നമ്മുടെ എക്സ്പെർട്ടിനെ വെച്ച് ക്ലിയർ ചെയ്തു. റെഡി? സോ എന്നാൽ BA അറബിക്കിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി എബിൾ ടു സ്റ്റുഡി എനി ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട്. അത് 2 കോമ്പിനേഷൻ തരുന്നുണ്ട്. കോമ്പിനേഷൻ 1 ഉണ്ട്, കോമ്പിനേഷൻ 2 ഉണ്ട്. കോമ്പിനേഷൻ 1 നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യാം? എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ. ലിസ്റ്റ് എ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ മലയാളം എഴുതാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം, അല്ലെങ്കിലോ എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി. ഏതെങ്കിലും 3 സബ്ജക്ട്, അതായത് നിങ്ങളുടെ ഈ ലിസ്റ്റ് ബിന്ന് ഏതെങ്കിലും 3 സബ്ജക്ട് മതി. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി 3 സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ എഴുതണം? പൊളിറ്റിക്സ്, ഹിസ്റ്ററി, പിന്നെ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ഏതെങ്കിലും 3 സബ്ജക്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതത് പല യൂണിവേഴ്സിറ്റിയും പല രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഇത് ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഈ രീതിയിൽ 3 സബ്ജക്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എടുത്ത് പഠിച്ചിരിക്കണം. റെഡി? അപ്പോൾ അതുപോലെ തന്നെ ലിസ്റ്റ് 2 എന്താണ്? എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് എ, എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി. അപ്പോൾ ലിസ്റ്റ് 1 2 ലിസ്റ്റ് ബി 2. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? വേണമെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും എടുക്കാം ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യാം? ലിസ്റ്റ് ബി എന്നൊരു എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ ചൂസ് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ആ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലൊക്കെ എന്താണ് ഈ സെയിം സാധനം വരുന്നത്? എനി ലിസ്റ്റ് എ, എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി, ഇനി അല്ലെങ്കിൽ കോമ്പിനേഷൻ ഉണ്ട് ഇംഗ്ലീഷ് ആൻഡ് 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ, ഇനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യണം. സോറി പറയും, ഇംഗ്ലീഷും വേണം, അല്ലെങ്കിൽ അപ്പോൾ 2 അല്ലെങ്കിൽ 2 3 ഉണ്ട്, അല്ലെങ്കിൽ 2 ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എനി സബ്ജക്റ്റ് എന്നാണ് ലാംഗ്വേജിന് പറയുന്നത്. ഹിന്ദി ആയാലും അങ്ങനെ തന്നെ, ആദ്യം ഹിന്ദി സെലക്ട് ചെയ്യണം. അതായത് ഇത് ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾ എന്താണ്? ഹിന്ദി തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു 3 സെലക്ട് ചെയ്യാൻ മതി. അതിന് കഴിയില്ലെങ്കിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ, അല്ലെങ്കിൽ ഇവിടുന്ന് 2. ആ രീതിയിലാണ്. അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി ഇനി എത്ര ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? 4 സബ്ജക്റ്റുകൾ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ക്ലാരിഫൈ ഞാൻ പറഞ്ഞത് കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹിന്ദി കോണേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ വരികയാണെങ്കിൽ ഇപ്പോൾ എക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ വർക്ക്, ഹിസ്റ്ററി, സൈക്കോളജി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾ എന്താണ്? കാൻഡിഡേറ്റ് മസ്റ്റ് അപ്ലൈ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ, മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി. അതാണ് എക്കണോമിക്സിന്റെ പ്രത്യേകത. എക്കണോമിക്സ് ഒരിക്കലും അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല, പക്ഷെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? മാത്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്കണോമിക്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാരണം എക്കണോമിക്സിൽ ഒരുപാട് മാത്സ് പഠിക്കാനുണ്ട്. അത് ഡിഗ്രി എത്തുമ്പോൾ ഒരുപാട് സ്റ്റാറ്റി വരുന്നുണ്ട്, എക്കണോമെട്രിക്സ് വരുന്നുണ്ട്, അതുപോലെ പിന്നെന്താ ഡെറിവേഷൻ, എന്തൊക്കെ സാധനങ്ങൾ മാത്സ് അവിടെ പഠിക്കാൻ വരുന്നുണ്ട്, എക്കണോമിക്സിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിക്കണം? ഏതെങ്കിലും എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതിൻ്റെ കൂടെ ലിസ്റ്റ് 2 മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സിൻ്റെ കൂടെ എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹം എക്കണോമിക്സ് സെലക്ട് ചെയ്യാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പൊളിറ്റിക്സോ ഏതെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സെലക്ട് ചെയ്യാവുന്ന അല്ലേ. ഇനി അതുപോലെ തന്നെ BA സോഷ്യോളജി എടുക്കുകയാണെങ്കിലോ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. അപ്പോൾ നോർമലി ആർട്സ് സബ്ജക്ട് BA ബാച്ചുലർ ഓഫ് ആർട്സിന് പൊതുവെ അവർ ചോദിക്കുന്ന എനി സബ്ജക്റ്റ് ആണ് അവർ പലപ്പോഴും ചോദിക്കാറുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സയൻസ് പഠിച്ച ആൾക്കാണെങ്കിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന സോഷ്യോളജിക്കും പൊളിറ്റിക്കൽ സയൻസിനൊക്കെ അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്താൽ മതി, എനി 3 സബ്ജക്ട് ലിസ്റ്റ് A ഒന്ന് പഠിക്കുന്നു, എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. അപ്പോൾ അവർക്ക് സയൻസ് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. ഒരു സയൻസ് പഠിച്ച കുട്ടിക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുക്കാൻ സാധിക്കുമോ നോക്കി നിങ്ങൾ. എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. ഈസി ആയിട്ട് എടുക്കാം അല്ലെ. പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം, സോഷ്യോളജി എടുക്കാം. ഇനി സോഷ്യൽ വർക്ക് ആണെങ്കിലോ എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. അപ്പോൾ ഒക്കെ അതായത് ഒരു സയൻസ് എടുത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാം, ഇതൊക്കെ സെലക്ട് ചെയ്യാവുന്ന, ഇതൊക്കെ ചൂസ് ചെയ്തിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വേണേൽ ആർട്സ് സബ്ജക്ട് ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ നേരെ ഹിസ്റ്ററി ആണെങ്കിലോ ഹിസ്റ്ററിയും സെയിം തന്നെ അല്ലേ. ഇനി നമ്മൾ പറഞ്ഞ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ്, അല്ലെങ്കിൽ 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B, ഇനി 2 ലാംഗ്വേജ് ഓർ എനി 2. അപ്പോൾ 4 മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം. ഇവിടെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നില്ല, ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റി നിലവിൽ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാൽ അറിയിക്കാം. നിലവിൽ അവരുടെ വെബ്സൈറ്റിലെ ഡീറ്റെയിൽ പ്രകാരം എന്ത് ഡിമാൻഡ് ചെയ്യുന്നില്ല, ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നേരെ നമുക്ക് സയൻസ് സബ്ജക്റ്റിലേക്ക് വരാം. മാത്തമാറ്റിക്സ്, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, സുവോളജി, അത്തരം സബ്ജക്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അപ്പോൾ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ നോക്കൂ, എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് സയൻസ് ആൻഡ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B. അപ്പോൾ 4 ഡൽഹിക്കാർക്ക് നിർബന്ധമാണ്. ഒന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിലോ മാത്തമാറ്റിക്സ് എന്തായാലും നിങ്ങൾ എവിടെ എഴുതിയിരിക്കണം, അതിൻ്റെ കൂടെ ഏതെങ്കിലും 2 കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി ബോട്ടണി ആണെങ്കിലോ ബോട്ടണി നോക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നോക്കി നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോ സ്റ്റഡീസ് അല്ലെങ്കിൽ ബയോടെക്നോളജി, ബയോ കെമിസ്ട്രി, ഈ സബ്ജക്റ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, എഴുതിയിരിക്കുക അല്ലേ. നോക്കി നിങ്ങൾ ഫോർ ഡൊമൈൻ കൈൻഡ്ലി റെഫർ ലിസ്റ്റ് A, ലിസ്റ്റ് B, സോറി മെറിറ്റ് യൂട്യൂബ് മെൻഷൻ. അപ്പോൾ ഇതാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഈ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് എവിടെ നോക്കുക, BSc ബോട്ടണിക്ക് കിട്ടുന്ന ഒരു അപ്ലൈ ചെയ്യുന്ന കുട്ടീനെ നോക്കുന്നത്. ലാംഗ്വേജ് പോലും അവരെന്ത് ചെയ്യുന്നില്ല, അവർ നോക്കുന്നില്ലേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് 3 സബ്ജക്റ്റ്. ഇവിടെ തന്നെ എത്ര എഴുതണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. യെസ്, ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് ആര് റെഫർ ചെയ്യുക, ബോട്ടണിക്ക് റെഫർ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നോക്കി നിങ്ങൾ ഇവിടെയൊക്കെ എങ്ങനെ കാണിക്കുന്നത്. ഇനി കെമിസ്ട്രി ആണെങ്കിലോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ആ 3 മാർക്കാണ് അവിടെ റെഫർ ചെയ്യുക. അപ്പോൾ നിർബന്ധമായും ഈ 3 നിങ്ങൾ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ നോക്കി നിങ്ങൾ പിന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുന്നില്ല, എന്നാലും നിങ്ങളൊരു ലാംഗ്വേജിൻ്റെ കൂടെ എടുത്ത് എഴുതിയിട്ടോ. ലാംഗ്വേജ് എഴുതുന്ന നിർബന്ധമാണ്. പല യൂണിവേഴ്സിറ്റിയും ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും എനി 1 ലാംഗ്വേജ് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ മാത്തമാറ്റിക്സ് എനി 2. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് എന്താണ്, മാത്സ് നിർബന്ധമാണ്. അപ്പോൾ മാത്സിൻ്റെ കൂടെ എനി 3 സബ്ജക്റ്റ് എന്ത് ചെയ്യണം, അവിടെ എനി 2 സബ്ജക്റ്റ് ചെയ്ത്, അപ്പോൾ 3 1 4 സബ്ജക്റ്റ് ആയി അല്ലേ. ഇനി അതുപോലെ തന്നെ എന്താണ് സുവോളജി. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിസിക്സ് ആണെങ്കിൽ എന്താണ്, ഫിസിക്സ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ, ഫിസിക്സ് അതുപോലെ മാത്സ് പിന്നെ കെമിസ്ട്രി അങ്ങനത്തെയാണ് ഫിസിക്സിനും ഡിമാൻഡ് ചെയ്തിരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയാണ് പിന്നെ ഇനി സുവോളജി ആണെങ്കിലോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ആ മാർക്കാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സുവോളജിയും അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ബോട്ടണി അങ്ങനെ സബ്ജക്റ്റൊക്കെ എന്തെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നിൽക്കുന്ന ആൾ കൃത്യമായി എന്ത് ചെയ്യണം, ആ സയൻസിലെ പ്രധാനപ്പെട്ട ആ സബ്ജക്റ്റൊക്കെ എഴുതിയിരിക്കണം. അതിന് കൂടെ എന്താണ് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് നിർബന്ധമായി നിങ്ങൾ എടുത്ത് എഴുതിക്കോ. ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം വരുന്നത്. ഇനി BCom കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഹോണേഴ്സ് നോക്കുകയാണെങ്കിൽ നോക്കി നിങ്ങൾ എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ്, മാത്തമാറ്റിക്സ് ആൻഡ് എനി 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ്. അപ്പോൾ BCom കിട്ടണമെങ്കിലും ആ കുട്ടി എന്ത് പഠിച്ചിരിക്കണം, മാത്സ് പഠിച്ചിരിക്കുക. മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി നിങ്ങൾ എനി 1 ലാംഗ്വേജ് ഹിസ്റ്ററി ആൻഡ് മാത്തമാറ്റിക്സ് അപ്ലോഡ് സയൻസ് സെക്ഷൻ ഏതാണത്, പിന്നെ ബാച്ചുലർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBAക്കും എന്ത് ചോദിക്കുന്നുണ്ട്, മാത്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, BA ബിസിനസ് എക്കണോമിക്സ്, ബാച്ചുലേഴ്സ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് BMS, ഒരുപാട് കോഴ്സ് ഉണ്ട്. കൊമേഴ്സിന് ഒരുപാട് കോഴ്സ് ഉണ്ട്. അതിലൊക്കെ എന്താ ചോദിക്കുന്നത്, എല്ലാത്തിലും എന്തുണ്ട്, മാത്തമാറ്റിക്സിനെ പറ്റി അവിടെ ചോദിക്കുന്നുണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൊമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊമേഴ്സിലെ വിദ്യാർത്ഥികൾ നിർബന്ധം എന്ത് പഠിച്ചിരിക്കണം, പിന്നെ മാത്സ് പഠിച്ചിരിക്കണം. മാത്സ് നിർബന്ധം എഴുതണം. ഇനിയൊരു BA അതായത് ബാച്ചുലർ ഓഫ് ആർട്സ് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആണെങ്കിൽ എനി സബ്ജക്റ്റ് എന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. സയൻസ് ആണെങ്കിൽ നിർബന്ധമായും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധമായ ഒരു അഡീഷൻ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഈ രീതിയിലാണ് നിലവിലെ കാര്യങ്ങൾ വരുന്നത്. ഇനിയും നിങ്ങൾ ഇതല്ല ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സബ്ജക്റ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒന്നുകിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് ലൈക്ക് നമ്മുടെ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിലൊന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഇത് എൻ്റെ നമ്പറാണ്. വാട്സപ്പ് വർക്കാവുള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, നിഹാൽ സാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം,
മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ലെങ്കിൽ എഡ്യൂപോണ്ട് CUTക്ക് നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവിടെ മെസ്സേജ് അയക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയും വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് താഴെ കൂടും, അതിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരുപാട് അപ്ഡേറ്റ്സ് വീഡിയോസ് ഒക്കെ അതിൽ വരാറുണ്ട്. ഇനി വരാനിരിക്കുന്ന പല യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ പോണ്ടിച്ചേരി വരുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഇത്തരത്തിലുള്ള എല്ലാ ക്രൈറ്റീരിയ നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് യൂണിവേഴ്സിറ്റിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെസിഫിക് കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഒരു കാര്യം, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ അങ്ങ് ഉറപ്പിക്കുക, അതിന് വർക്ക് ചെയ്യുക. അതിന് വേണ്ട സപ്പോർട്ടായിട്ട് എത്ര എക്സ്റ്റെൻഡ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷം നമ്മളെ പഠിച്ചിറങ്ങി ഇപ്പോൾ പുറത്ത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരുമായുള്ള ഒരുപാട് ഇൻട്രാക്ഷൻസ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും നമ്മുടെ കോളേജിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ. സോ സ്റ്റേ ട്യൂൺഡ്, ഒരുപാട് അപ്ഡേറ്റ്സ് വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന താഴെക്കാൻ നമ്പർ അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, കറക്റ്റ് ഡീറ്റെയിൽസ് ഐ വിൽ അപ്ഡേറ്റ് യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എഡ്യൂപോണ്ട് CUT. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കമൻറ്റ് ചെയ്തോ, വി വിൽ റിപ്ലൈ യു. സോ താങ്ക് യു സോ മച്ച്.